ഓർമ്മകളോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്കും കൂടെ പ്രിയപ്പെട്ട അവരുടെ പാട്ടാണെന്ന് പറയാൻ പറ്റുന്ന ചില സംഭവങ്ങളൊക്കെ ചെയ്തു വെക്കാൻ പറ്റിയാലാണ് നമ്മളൊരു നല്ല ആർട്ടിസ്റ്റായി മാറുന്നത്, നമ്മുടെ പാട്ടുകളും ജീവിക്കുന്നത്. ഏതായാലും എനിക്ക് നമ്മുടെ പാട്ടുകളെ സ്നേഹിക്കുന്ന, അതുപോലെ കെൻസ ഗോൾഡുമായി ബന്ധമുള്ള ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ഈ പ്രതികൂല കാലാവസ്ഥയിലും ലേശം സമാധാനം ഉണ്ടെന്ന് വിചാരിക്കാം. മഴ നമ്മുടെ പാട്ടുകൾ കഴിയുമ്പോൾ തുടങ്ങട്ടെ. ഇത് ഗാനമേളയായിട്ട് കൂട്ടരുത്, അറിയാലോ. ഞങ്ങളാകെ 4 പേരാണ്. ഞാനും അനാമിക കൂടെ പാടാൻ വന്നിട്ടുണ്ട്. റിയാലിറ്റി ഷോസിലൂടെയും മറ്റും ജനങ്ങൾക്ക് സുപരിചിതയായ ഗായികയാണ്. പിന്നെ അനുഗ്രഹീതനായ നബീലാണ് കീബോർഡ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സനൂപാണ് റിതം പാഡ് കൈകാര്യം ചെയ്യുന്നത്. നല്ലൊരു കൈയടി. അത് ചോദിച്ചു വാങ്ങുന്നത് തന്നെ തെറ്റാണ്, എന്നാലും വേണ്ടിയില്ല. കൈയടിച്ചാൽ നിങ്ങൾക്കും കൂടെ ഉപകാരം ഉണ്ടെന്ന് അറിയില്ലേ? അത് ഞാൻ പറയണ്ടല്ലോ, അത് ആവർത്തിച്ച് പറഞ്ഞാൽ ക്ലീശായി പോകും. കൈയടിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരം ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് മാത്രമല്ല. ഞങ്ങൾക്കുള്ള ഉപകാരം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഊർജ്ജത്തിൽ നിങ്ങൾക്ക് വേണ്ടി പാട്ടുകളൊക്കെ തരാൻ പറ്റും. ഏതായാലും എന്നെ അറിയാവുന്നവർക്ക് എന്റെ പാട്ടുകളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കും ഒക്കെ വേണ്ടി നമ്മൾ പാടി തുടങ്ങുകയാണ്. അപ്പോ പിന്നെന്താണ്, ഇനി എന്നെ കാണുമ്പോൾ മാപ്പിളപ്പാട്ടിന്റെ പിന്നെ സുൽത്താൻ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ പാട്ടുകൾ തന്നെ പറഞ്ഞില്ല, അതായത് എന്നെക്കാളും പ്രായമുള്ള ഒരുപാട് അതൊക്കെ ആൽബം സോങ്സ് ആണ്. മാപ്പിളപ്പാട്ടല്ല. മാപ്പിളപ്പാട്ട് വേറെ ലെവലാണ്. മാപ്പിളപ്പാട്ടിൽ നമ്മളെ എഞ്ഞോട് മൂസക്ക, പീർ മുഹമ്മദ് ക, കണ്ണൂർ ഷെരീഫ് ക, MA ഗഫൂർ ക, അങ്ങനെ വലിയ മഹാരഥന്മാരുള്ള സ്ഥലമാണ്. ഞാൻ അതിന്റെ ആസ്വാദകനാണ്. അതുകൊണ്ട് അവരോട് കമ്പയർ ചെയ്ത് എന്നെ ഒരിക്കലും പറയരുത് ഞാനൊരു ആൽബം ആർട്ടിസ്റ്റ് മാത്രമാണ്. അത് നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, ഞാൻ തിരുത്തൽ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാത്രമല്ല, എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന മിക്കവാറും ആളുകൾ ഇങ്ങനത്തെ അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കളയും. അപ്പൊ ഞാൻ തന്നെ കയറിയിട്ട് തിരുത്തി പറയും. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു ഇക്ക. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കെൻസ ഗോൾഡൻ ഡയമണ്ടിന്റെ ബാക്കി മറ്റു ഓണേഴ്സിനും കൂടെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഒരു കർമ്മം കൂടെ എനിക്ക് ചെയ്യാനായിട്ട്. സോ വളരെ സ്നേഹപൂർവ്വം ഇതിന്റെ മറ്റ് ഓണേഴ്സിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന് 6 ഓണേഴ്സ് ആണുള്ളത്. അപ്പോൾ ബാക്കി ഓണേഴ്സിനെ കൂടെ ഞാൻ ഈ ഒരു വേദിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ അടുത്തായിട്ട് ലെറ്റ് മീ ഇൻവൈറ്റ് അനീഷ്, ഷെമീർ, സാംജോ, ഷിബു ആൻഡ് ഷാക്കിർ. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ഒരു വേദിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. നല്ലൊരു മനസ്സറിഞ്ഞ കയ്യടി, ഒരു എനർജറ്റിക് കയ്യടി പ്ലീസ്. യെസ്. സോ ഈ ഒരു 6 പേരുടെ എഫേർട്ടാണ് ഇന്ന് കാണുന്ന 7th ഔട്ട്ലെറ്റ്സ് ആയ കെൻസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു മൊമെന്റിൽ ഇവരോട് ചോദിക്കാം, എന്താണ് ഈ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു, നമുക്കറിയാം ഒരു വിജയത്തിന്റെ പടിയിൽ നിൽക്കുമ്പോൾ മേ ബി നമ്മൾ ചിലപ്പോൾ സ്പീച്ച്ലെസ് ആയി പോകില്ലേ ആ ഒരു മൊമെന്റിൽ. അപ്പോൾ ലെറ്റ് മീ കൺക്ലൂഡ്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഒന്ന് പറയുകയാണ്. ഞങ്ങൾ ഇന്നീ പൊസിഷനിൽ, ഇനി ഒരു സ്റ്റേജിൽ നിൽക്കാൻ കാരണം ഈ കാണുന്ന ജനക്കൂട്ടവും നമ്മുടെ കുടുംബങ്ങളും കൂട്ടുകാരും നാട്ടുകാരും മാത്രമാണ്. ആ ബോധ്യം എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം, അതേപോലെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങൾ വളർന്നിട്ടുള്ളത് ചെറുതിൽ നിന്നും വലുതായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങളൊരു ഗോൾഡിൻ്റെ പുറത്ത് ജീവിച്ചു വന്നവരല്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 2000 രൂപ സാലറിക്ക് നമ്മൾ ജോലിയിൽ വർക്ക് ചെയ്തതാണ് ഒരു ജ്വല്ലറി ഷോറൂമിൽ. ഞങ്ങളെല്ലാവരും ഒരു ഷോറൂമിലായിരുന്നു. അപ്പോൾ മിനിമം 2000 രൂപ സാലറിയിൽ നിന്ന് ഞങ്ങൾ ഏൺ ചെയ്ത് അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തികച്ചും ആത്മാർത്ഥമായ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിക്കും. താങ്ക് യു സോ മച്ച്. ഷമീർക്ക് എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനായിട്ടുള്ളത്? സന്തോഷം. എന്നവരോട് എങ്ങനെയാണ് നന്ദി പറയണമെന്ന് അറിയില്ല. സ്പെഷ്യൽ താങ്ക്സ്. അതുകൂടാതെ നമ്മളെ സ്റ്റാർട്ടിങ് കോട്ടപ്പാടത്താണ് ചെയ്തത്. അതിനുശേഷം എളമ്പലശ്ശേരി, കല്ലടിക്കോട്, മണ്ണാർക്കാട്, തൃശ്ശൂർ, കോയമ്പത്തൂർ, അതിനുശേഷം എളമ്പലശ്ശേരി എന്ന് വിപുലീകരിക്കും. അതിന് നമുക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോ ബ്രാഞ്ചിനും അതിനോട് അവിടുത്തെ നാട്ടുകാരുമാണ്. അവരോട് പ്രത്യേകം നന്ദി പറയണം. അതുകൂടാതെ ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയണം. സാംജോ, എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നേരത്തെ ഫിറോസ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇന്ന് തിരക്കാണ്.
ആ തിരക്കെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ചേട്ടാ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇവര് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. ഇനിയുള്ള എല്ലാ നമ്മളെ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് സ്ഥാപനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഫൈനലി ഷാക്കിർക്ക് എന്താണ് മൊമെന്റ്സിൽ പറയാനുള്ളത്? എല്ലാവരോടും ഒരുപാട് നന്ദി പറയണ ഈ ഒരു അവസരത്തിൽ. കാരണം ഈ കാണുന്ന ക്രൗഡ് കാണുമ്പോൾ മനസ്സിൽ വീണ്ടും വീണ്ടും നമുക്കൊരു ഊർജ്ജം കൂടി വരികയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം വലുതായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഇവര് നമ്മുടെ ഓണേഴ്സ് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ബിജു ചന്ദ്രൻ അവരുടെ കൂടെ ഈ ഒരു വേദിയിലോട്ട് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ബിജു ഒന്ന് വേദിയിലോട്ട് വരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ നമുക്കറിയാം കെൻസ ഗോൾഡൻ ഡയമണ്ടിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒരുപാട് ഫേമസ് ആണ് അല്ലെ. സോ കെൻസ ഗോൾഡൻ ഡയമണ്ടിന്റെ ജനറൽ മാനേജറായ ബിജു ചന്ദ്രൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ഈ ഒരു മൊമെന്റ്സിൽ എന്താണ് പറയാനായിട്ടുള്ളത്? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ജേർണിയിൽ ഒരുപാട് നാളായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാളാണല്ലോ. അപ്പൊ ഈ ഒരു വേദിയിൽ നമ്മുടെ ജനറൽ മാനേജറെ വിളിച്ചു നിർത്തണമെങ്കിൽ അപ്പൊ അവരുടെ അത്രയും ട്രസ്റ്റും അവരുടെ ഇത്രയും വർഷത്തിൽ കൂടെ നിൽക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഒരു സ്ഥാപനത്തിന് വിശ്വസിച്ച് ഇങ്ങനെ ജമ്പ് ചെയ്യാതെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ഒരു മൊമെന്റിൽ അദ്ദേഹം കൂടെ വേണം എന്ന് ഓണേഴ്സിന് തോന്നിയത്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. കെൻസ ഗോൾഡിനോടൊപ്പം 2-3 വർഷമായി ഞാനുണ്ട് കെൻസയുടെ ജേണിയിൽ. വളരെ സന്തോഷമുള്ള ഒരു സുദിനാണിത്. നമ്മുടെ എളമ്പലാശ്ശേരി ചെറുതായി തുടങ്ങിയൊരു ഷോപ്പ് ഇവിടുത്തെ നാട്ടുകാരുടെയും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയും വളരെ നല്ലൊരു സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇന്നിവിടെ അതിമനോഹരമായ അതിവിപുലീകരിച്ച ഒരു ഷോറൂം നമുക്ക് അയ്യപ്പൻകാവിൽ തുടങ്ങാൻ സാധിച്ചത് ഈ നാട്ടുകാരുടെ കട്ട സപ്പോർട്ട്, പിന്നെ ഞങ്ങൾക്ക് തന്ന സഹകരണം അതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ 2ാമത്തെ ഷോപ്പായിട്ടാണ് നമ്മൾ എളമ്പലാശ്ശേരി ബ്രാഞ്ച് ആരംഭിച്ചത്. അതിൽ നിന്ന് പിന്നെ നമുക്ക് കല്ലടിക്കോട്, അത് കഴിഞ്ഞ് മണ്ണാർക്കാട്, നമ്മുടെ തൃശ്ശൂർ ഹോൾസെയിൽ, ഇപ്പോൾ പുതുതായി നമ്മൾ തമിഴ്നാട് ഒരു ബ്രാഞ്ച് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജേണിയാണ് നമുക്ക് ഈ നാട്ടുകാർ തന്നത്. നമ്മുടെ കിൻസ ഗ്രൂപ്പിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ തന്ന സ്നേഹവും സഹകരണവും അത് കിൻസ ഗോൾഡിനെ മറക്കാൻ പറ്റാത്ത നിങ്ങൾ തന്ന വിശ്വാസം എന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. കിൻസ ഗോൾഡിൻ്റെ ഒപ്പം ഇനിയും ഒരുപാട് ഷോപ്പുകളുമായി നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള എല്ലാ ഊർജവും നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ അയ്യപ്പൻകാവിലെ ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഒരു വലിയ ഓപ്പണിംഗ് നല്ലൊരു വിജയമാക്കി തന്നതിന്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹകരണവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. സോ താങ്ക് യു സോ മച്ച്. സോ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കെൻസ ഗോൾഡൻ ഡയമണ്ടിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് അത്യാവശ്യം നല്ല വൈറലാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ആ ഒരു പേജ് നോക്കണം, ഫോളോ ചെയ്യണം, ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അപ്പം ഒരുപാട് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസും അതുപോലെ തന്നെ നമ്മുടെ വിലയെ പറ്റിയിട്ടും അതുപോലെ ഗോൾഡിന്റെ ഡിസൈൻസും അങ്ങനെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു പേജിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇനിയും ആ ഒരു പേജ് കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ എല്ലാവരും ആ കെൻസ ഗോൾഡൻ ഡയമണ്ടിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എന്തെങ്കിലും എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേജ് വഴി അറിയാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമുക്കറിയാം നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ നമ്മുടെ ഷാഫി ചേട്ടന്റെ ആ പാട്ടുകൾ കേൾക്കാനായിട്ടാണ്. സോ അടുത്തതായിട്ട് നമ്മൾ ആ ഒരു മൊമെന്റിലേക്കാണ് പോകുന്നത്. സോ ഈ ഒരു ഷോയിലെ ഈ ഒരു മ്യൂസിക്കൽ ഷോയുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു ബോക്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോ കുറച്ച് പാട്ടിന്റെ മധുരം നമുക്ക് നൽകിയിട്ട് അതിനുശേഷം ആ ഒരു വിന്നറിനെ നമുക്ക് അനൗൺസ് ചെയ്യാം അല്ലെ. ആദ്യം നല്ല മധുരമുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാം. ആ ഒരു ഷോയുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ആ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ആ സർപ്രൈസ് ഒക്കെ പൊട്ടിച്ചായിരുന്നു. എന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം നമ്മളൊരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മൈൻഡിൽ വരും, ഓക്കെ ഒരു ഗ്ലാസോ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നത്. സോ കെൻസ ഗോൾഡൻ ഡയമണ്ട് ഇന്ന് ഇനാഗുറൽ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഒരു ഡയമണ്ട് റിംഗ് ആണ്. സോ അത് ഇത്രയും പേരുടെ മുമ്പിൽ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു വേദിയിൽ വെച്ച് നൽകുന്നതാണ്.
സോ ഈ ഒരു ബോക്സിൽ ആ ഒരു ഭാഗ്യശാലി ഉണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും നിങ്ങളുടെ പേര് ഇതിനകത്ത് റൈറ്റ് ചെയ്ത് ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് പെട്ടെന്ന് തന്നെ വന്ന് ഇടണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് ഇതിന്റെ ഭാഗ്യശാലി ഇവിടെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് പേര് റൈറ്റ് ചെയ്തിട്ട് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെ എന്റർടൈൻ ചെയ്യാനും ഹാപ്പി ആക്കി വെക്കാനായിട്ട് നമ്മുടെ ഷാഫി ചേട്ടൻ ഒരുപാട് മധുരമുള്ള ഒരുപാട് പാട്ടുകൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു മീൻ ടൈമിൽ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സന്തോഷ നിമിഷത്തിലെ കുറച്ച് ആളുകൾ കൂടെ നമ്മുടെ അടുത്ത് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബിൽഡിംഗ് ഓണർ നമുക്ക് വേണ്ടിയിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് അതേപോലെ ഈ കോംപ്ലക്സിലെ എല്ലാ കച്ചവടക്കാരും അവരും ഒരുപാട് കാലം ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ സഹിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. സോ ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗ്യശാലിനെ എടുക്കുന്ന മൊമെന്റിൽ ആ ഒരു വിന്നർ ഇവിടെ പ്രസന്റിൽ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ആ ഒരു ആ ഒരു ഗിഫ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്ത പോലെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ആ ഷാഫി ചേട്ടന്റെ പാട്ടുകളിലേക്ക് നമുക്ക് നടക്കാം. ബിഫോർ ദാറ്റ് നല്ലൊരു കയ്യടി നൽകാം ഒരു സ്റ്റാർട്ടിങ് എനർജിക്കായിട്ട്.